ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജാനകി. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഈ അടുത്തായിട്ട് ഇൻ്റർനെറ്റിലൊക്കെ വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. അത് മറ്റൊന്നുമല്ല, ഇറ്റ് ഇസ് അബൌട്ട് കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറി. പണ്ട് കാലത്തൊക്കെ ആക്ടേഴ്സ് മാത്രം ചെയ്ത് വന്നിരുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സാധാരണക്കാരും സാധാരണ വർക്കിംഗ് ക്ലാസ്സിൽ പെട്ടവരുമൊക്കെ കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറിയുടെ സാധ്യതകളെ പറ്റി അന്വേഷിക്കാറുമുണ്ട്, ചെയ്യാറുമുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പക്ഷെ നമ്മളൊന്ന് കാര്യമായി അന്വേഷിച്ചാൽ, അതായത് ഇൻ്റർനെറ്റിൽ കയറി നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറിയെ പറ്റി ഒരുപാട് ഓപ്ഷൻസാണ് കാണുന്നത്. അതിൽ ശരി ഏതാ തെറ്റേതാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്. ഇനി ചില സർജറികൾ തന്നെ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയത് ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്. ഇതിനെല്ലാം അപ്പുറം ഏതാണ് ഏറ്റവും അധികം റിസൾട്ട് തരിക, ഏത് പ്രൊസീജിയറാണ് നമുക്ക് ഏറ്റവും റിസൾട്ട് തരിക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഒരു ഡോക്ടറായ എനിക്ക് പോലും അതിനെപ്പറ്റി കുറേ റിസർച്ച് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് വെരി കൺഫ്യൂസിങ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാനായിട്ട് നമുക്കിന്നൊരു എക്സ്പേർട്ട് ഉണ്ട് നമ്മുടെ കൂടെ. ആൻഡ് ഹീ ഈസ് ഡോക്ടർ ആനന്ദ്. ഹീസ് എൻ എക്സ്പേർട്ട് ഇൻ കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറി ആൻഡ് ഹീസ് ബേസ്ഡ് ഇൻ കൊച്ചി. സോ വെൽക്കം ടു ദി ഷോ സർ. നമ്മളെല്ലാവരും ഏറ്റവും അധികം പ്രോബബ്ലി ഐ തിങ്ക് ഇറ്റ്സ് ദി കോമണസ്റ്റ് സർജറി ഇൻ ദി വേൾഡ്, ഐ മീൻ കോമണസ്റ്റ് കോസ്മെറ്റിക് സർജറി ഇൻ ദി വേൾഡ്, ഇറ്റ്സ് ലൈപ്പോസക്ഷൻ. അപ്പോൾ കാര്യം മറ്റൊന്നുമല്ല, എവ്രിബഡി വോണ്ട്സ് ടു ഗെറ്റ് ഇൻ ഷേപ്പ്. എല്ലാവർക്കും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഫിറ്റ്നസിനെ പറ്റി ഭയങ്കര അവയർനെസ് ആണ്. എവ്രിബഡി ഈസ് ഗോയിങ് ടു ജിം. എല്ലാവരും അവരുടെ വർക്കൗട്ട് അവരുടെ ഡെയിലി ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും ചില നമുക്ക് കുറച്ച് സ്റ്റബേൺ ആയിട്ടുള്ള ലവ് ഹാൻഡിൽസ്, സ്റ്റബേൺ ആയിട്ടുള്ള ആം ഫാറ്റ്, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണോ ശരിക്കും ലൈപ്പോസെക്ഷൻ എന്നൊരു ഓപ്ഷനിലേക്ക് പോകുന്നത്, അതോ ഒരു ഒബീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് നമ്മുടെ BMIയിൽ ഒബീസിറ്റി പറയുന്നൊരു കാറ്റഗറി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സെറ്റ് ഓഫ് ആൾക്കാരാണോ ലൈപ്പോസെക്ഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറിലേക്ക്? ഇത് വളരെ കോമൺ ആയിട്ട് മിസ്ലീഡ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് അത്. ബിക്കോസ് ഇപ്പോൾ ഒരു ലൈക്ക് എ ഡോക്ടർ ഹൂ ഡസൻ നോ തിങ്സ് അബൌട്ട് ആൻഡ് ഹൂ ജസ്റ്റ് വാണ്ട്സ് ടു സെൽ യു എ പ്രൊഡക്റ്റ്, അങ്ങനെയുള്ള ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിക്കാൻ ഒരു പൊണ്ണത്തടിയുള്ള ഒരാളെ കൊണ്ട് ലൈപ്പോസെക്ഷൻ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളതല്ല, പക്ഷേ ദേ നീഡ് ടു ബി അണ്ടർസ്റ്റാൻഡിങ് ദേ ആർ ഗോയിങ് ടു ഗെറ്റ് എ വെരി സ്മോൾ റിസൾട്ട്. ചിലപ്പോൾ അവർക്ക് ബേരിയാട്രിക് സർജറി പോലുള്ള സർജറി അല്ലെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ നന്നായിട്ട് ചെയ്തതിന് ശേഷം ലൈപ്പോസെക്ഷൻ ചെയ്യുന്നതായിരിക്കും മച്ച് ബെറ്റർ ഓപ്ഷൻ. എൻ്റെ ക്ലയൻറ്റുകളിൽ കൂടുതലും ഓൾറെഡി ഇൻ ഷേപ്പ് ആയിട്ടുള്ള, ഓൾറെഡി ജിം ഗോയിങ് ആയിട്ടുള്ള, ഓൾറെഡി ഒരു ഡയറ്റും അങ്ങനത്തെ റുട്ടീനും കാര്യങ്ങളുള്ള ആൾക്കാരാണ് കൂടുതൽ വരുന്നത്. ദേ ഗോ ടു ദ ജിം, ദേ സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 2-3 hours ഇൻ എ ജിം. അത് കഴിഞ്ഞിട്ടും അവർക്ക് ആ ലവ് ഹാൻഡിൽസ്, ആ സ്റ്റബേൺ ഫാറ്റ് പോകുന്നില്ല. ഡോക്ടർ എനിക്ക് ആ ലവ് ഹാൻഡിൽസ് മാത്രം ഒന്ന് കുറയ്ക്കണം, എനിക്ക് ആ വേസ്റ്റ് ലൈൻ ഒന്ന് ഇടണം, എനിക്ക് ആ ഡ്രസ്സ് ഒന്ന് പ്രോപ്പറായിട്ട് ഫിറ്റിംഗ് ആയിട്ട് വരുന്നില്ല, ആ ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഈ പറഞ്ഞ ഡോക്ടർ എനിക്ക് 140 കിലോ ഉണ്ട്, എനിക്കൊന്ന് 100 തരണം. ദിസ് ഇസ് നോട്ട് ദി ഐഡിയൽ സിനാരിയോ. ആൻഡ് അങ്ങനത്തെ ഉള്ള പേഷ്യൻസിന് ലൈപ്പോസെക്ഷൻ ചെയ്യുന്നത് ഇസ് നോട്ട് നൈസ്. ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് ദ പേഷ്യൻ ഓൾസോ. ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ആൻഡ് ഇറ്റ്സ് നോട്ട് അഡ്വൈസബിൾ ഓൾസോ. ആൻഡ് ഒരുപാട് ആൾക്കാർ അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങളിൽ വന്ന് പെട്ടിട്ട് പ്രോബ്ലംസും കാര്യങ്ങളും, ബിക്കോസ് ദോസ് പ്രൊസീജിയേഴ്സ് ആർ നോട്ട് ഡിവൈസ്ഡ് ഫോർ സച്ച് കാറ്റഗറി ഓഫ് പീപ്പിൾ. അത് കാരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ലൈപ്പോസെക്ഷൻ ഹൗ ഇറ്റ് ഈസ് ഗെറ്റിംഗ് പോപ്പുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കീ ഹോളായിട്ടുള്ള സർജറിയാണ്. കീ ഹോളായിട്ടുള്ള വളരെ ഹിഡൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ ഇൻസിഷൻസ് ഇട്ട് അതിൽ കൂടെ ഫാറ്റിന് നമുക്ക് ഉരുക്കി വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ലൈപ്പോസെക്ഷൻ. കുറേ ഡെക്കേഡ്സായിട്ട്, വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ടുള്ള ടെക്നോളജിയാണ് അത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ മൊബൈൽ ഫോൺ ടെക്നോളജി എത്രത്തോളം ഡെവലപ്പായി ഇന്ന് അത്രത്തോളം തന്നെ ഇതിനകത്തുള്ള ടെക്നോളജിയും മെഷീൻസും ഡെവലപ്പായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ടെക്നോളജി, ഇറ്റ് ഇസ് വെരി മച്ച് അബൌട്ട് ദ സർജൻ ഓൾസോ. യുവർ പ്ലാസ്റ്റിക് സർജൻ നീഡ്സ് ടു നോ വാട്ട് കൈൻഡ് ഓഫ് ഷേപ്പ് യു ആർ ഗോയിങ് ടു ഗെറ്റ് എക്സാക്ട്ലി ആഫ്റ്റർ ദ പ്രൊസീജിയർ. എത്രത്തോളം സമയം ഓരോ സ്ഥലത്തും എടുക്കരുത്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഡോക്ടറെ എനിക്ക് എത്ര വെയിറ്റ് കുറയും. ഞാൻ പറയാറുള്ള കാര്യം, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ വെയിറ്റ് ലോസ്, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വെയിറ്റ് മെഷീനിൽ കയറിയിട്ട് ഹാപ്പിയാണോ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരണ്ട. ഡോണ്ട് കം ടു മീ ബിക്കോസ് യു ആർ നോട്ട് ദി ഐഡിയൽ കാൻഡിഡേറ്റ് ഫോർ ഇറ്റ്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഷേപ്പ് ചേഞ്ച്, യെസ്, come to me. You are going to have an effect and you are going to get a shape change. അപ്പോൾ കൃത്യമായിട്ട് അവർക്ക് ധാരണകളില്ലാതെ ഈ പറഞ്ഞ പോലെ ഡോക്ടർ എത്ര ഫാറ്റ് എടുക്കും എന്നുള്ള ഒരു ചോദ്യം, ഡോക്ടർ എത്ര ഫാറ്റ് എടുക്കുന്നതിനേക്കാളും കൂടുതൽ എന്താണ് അവിടെ ബാക്കി വെക്കുന്നതെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കൂടുതലായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഫാറ്റ് എടുത്ത് അവിടെ ഒരു കുഴിയായി വന്ന് അത് കറക്ഷന് വേണ്ടി വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ലൈക്ക് ബിക്കോസ് ദേ എൻഡഡ് അപ്പ് വിത്ത് പീപ്പിൾ ഹൂ ജസ്റ്റ്
are not qualified to do liposuctions, and they just did liposuction. ഫാറ്റ് എടുക്കുകയല്ലേ, അങ്ങനെ എടുത്തുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞ് കൂടുതലായി എടുത്ത് അവിടെ ഒരു കുഴിയായി, അതൊരു കോണ്ടൂർ ഡിഫോമിറ്റി ആയി. അപ്പോൾ അപ്പോൾ അവിടെയാണ്, ദിസ് ഇസ് നോട്ട് ദ പ്രോബ്ലം ഓഫ് പ്ലാസ്റ്റിക് സർജറി, ദിസ് ഇസ് ദ പ്രോബ്ലം ഓഫ് people. And it's a very bad society in which people are misleaded by the internet or Instagram. And internet and Instagram doesn't give degrees to doctors, to plastic surgeons. So you need to find the right sort of doctor for you in order to make such decisions and things like that. എന്നാലാണ് നമുക്ക് ആ പ്രോപ്പർ റിസൾട്ടും കാര്യങ്ങളുമായിട്ട് എടുക്കുക. അതായത് ലൈപ്പോ സക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റിനെ സക്ഷൻ ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ. ഞാൻ ഒരു 10 ml ഫാറ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ ടെക്നിക്കലി ലൈപ്പോസക്ഷൻ എന്നാണ് വിളിക്കുക. ഞാൻ 1 ലിറ്റർ ഫാറ്റ് എടുത്താൽ അതിനെയും ടെക്നിക്കലി ലൈപ്പോസക്ഷൻ, ഞാൻ 10 ലിറ്റർ ഫാറ്റ് എടുത്താലും അതിനെയും ലൈപ്പോസക്ഷൻ എടുക്കുക എന്നാണ് പറയുക. അത് എവിടെ നിന്ന് എടുക്കുന്നു, എങ്ങനെ എടുക്കുന്നു, ഏത് കോണ്ടൂറിലാണ് ഇത് വരുന്നത്, അത് എത്രത്തോളം ഷേപ്പുണ്ട്, അഴകുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ പെയിൻറ്റിങ് ദറ്റ് യു ടേക്ക് ടൈം ആൻഡ് ഡ്രോ. അപ്പോൾ I can do a liposuction within 2 hours, within 4 hours, within 6 hours, or sometimes 8 hours I go, because it all depends on how good you want to make your painting look like. അപ്പോൾ അത് ഇറ്റ്സ് ബേസിക്കലി an artistic job. So when people call and ask, like ഡോക്ടർ എനിക്ക് ഇത്ര ലിറ്റർ ഫാറ്റ് മാത്രം എടുത്ത് കളഞ്ഞാൽ മതി, എനിക്ക് ഇത്ര അല്ലെങ്കിൽ എത്ര റേറ്റ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദാറ്റ്. ഇറ്റ്സ് അബൌട്ട് ഹൗ മച്ച് ടൈം യു സ്പെൻഡ് ഇൻ ദ തിയേറ്റർ. ഇറ്റ്സ് അബൌട്ട് ഹൗ മച്ച് of a shape that you want to get. Sometimes some people, ചില ആൾക്കാർ ആം ഫാറ്റ് മാത്രം പ്രിഫർ ചെയ്യും, ചില ആൾക്കാർക്ക് ടമ്മി ഫാറ്റ് പറയും. ടമ്മി ഫാറ്റ് പറയുന്നതിനോടുള്ള ചില ആൾക്കാർക്ക് 360 ഡിഗ്രി ആയിട്ട് വേസ്റ്റ് ലൈൻ പറയും. ബ്രേസിയറിൻ്റെ മുകളിലും താഴെയുള്ള ഏരിയാസ്, ബ്രാ റോൾ ഫാറ്റ്സ് എന്നൊക്കെ, അതൊക്കെ സ്റ്റബേൺ ഏരിയാസ് ഓഫ് ഫാറ്റ് ആണ്, വിച്ച് ഇസ് വെരി ഹാർഡ് ടു ഗെറ്റ് ഔട്ട് ത്രൂ വർക്ക്ഔട്ട് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ബട്ട് ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യം കൂടിയുണ്ട്, അതായത് ഡോക്ടർ ഇത് എത്ര നാൾ നിൽക്കുന്നുള്ളത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദ പേഴ്സൺ, ദ ക്ലയൻറ്റ് ഹാസ് എ വെരി സ്ട്രിക്റ്റ് diet and a very strict workout routine. That's why I told you, and എല്ലാ ക്ലയൻസും I make sure that they go to the gym after surgery. Even if they are not going before, I make sure that because it is my results and I don't want them to come after 5 years and a doctor, it's like I don't want that to happen. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എല്ലാവരുടെ ജിമ്മിൽ പോകാനായിട്ട് ഡെഫിനറ്റ്ലി അഡ്വൈസബിൾ ആണ്. It all sounds like you are an artist. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് പേഷ്യൻറ്റും ആണ് എന്നുള്ളൊരു. For me, it is artistry, because I get a lot of joy and I got a lot of happiness when I see, well, you are an artist. You do a lot of work. If you do a good dance, and you're a doctor also. You treat a patient, you get happiness. Of course. But what I'm telling, this particular set of science-നകത്ത് ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അതായത് ഒരു രോഗം ചികിത്സിക്കുകയല്ല. I don't have any patients. Exactly. I am a doctor with no patients. I have only clients. എനിക്ക് രോഗികൾ എനിക്കില്ല. എനിക്ക് നോർമലായിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. അവർക്ക് ഞാനും എനിക്കൊരു കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറിക്കുള്ളൊരു ക്ലയൻറ്റ് ആണ്. ബിക്കോസ് ഐ ഹാവ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ് ഓർ കൺസേൺസ് ദാറ്റ് ഐ ഹാവ് ഡൺ, വിച്ച് ഐ മൈറ്റ് ബി ഷെയറിംഗ് ടു യു ഇൻ ഫ്യൂച്ചർ പോഡ്കാസ്റ്റ്. ബട്ട് ദാറ്റ് അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഐ ഡോണ്ട് ഹാവ് പേഷ്യൻസ് ആസ് സച്ച്. ആൻഡ് നമ്മൾ ഒരു പേഷ്യൻറ്റ് അത് കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ നമ്മളുടെ അടുത്ത് ആൻഡ് ദ ജോയ് ദറ്റ് ദേ ഷോ, അത് കഴിഞ്ഞിട്ട് വെൻ യു ടേക്ക് ദിയർ പിക്ചേഴ്സ് ആൻഡ് ഷെയർ ദം ദിയർ ബിഫോർ ആൻഡ് ആഫ്റ്റേഴ്സ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്, you feel a lot of happiness that you achieved that, and think that. And I could have made that painting, I can make them happy, I can make them extremely happy, I can make them tremendously happy. This is the thing about, like, when people call and ask, like, inner sanam, it is not ഇത് എത്ര ആമസോണിൽ പോയിട്ട് കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന പോലെ ആവുമ്പോൾ you are limited in delivering this artwork. So I always tell that, like, ഞാൻ ഒരു പ്രത്യേക റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ഐ ഓപ്പറേറ്റ്. ആൻഡ് ഓൺലി ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ആ ഭംഗി നിങ്ങൾ തേടി വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം ഇറ്റ് ഈസ് അഡ്വൈസബിൾ ദാറ്റ് യു സ്റ്റേ വിത്ത് മീ എന്നുള്ളത് പറയാറുള്ളത്. ഓൾസോ പേഷ്യൻറ്റിൻ്റെ സൈഡിലും നല്ലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. ഇപ്പോഴത് ഡോക്ടർ മാത്രം ആവശ്യമല്ല അത് മെയിൻറ്റെയിൻ ചെയ്യാൻ. പേഷ്യൻ്റ് it is not an easy thing. It is not an easy thing to maintain, and ഈ പറഞ്ഞ പോലെ സ്ട്രിക്റ്റ് ആയിട്ട് റൂട്ടീനും കാര്യങ്ങളും. ബട്ട് ഐ പുഷ് മൈ പീപ്പിൾ, ലൈക്ക്, because by the end of surgery, and almost all my clients are my friends at the end of it, because it's not something that I try to do as such, but it comes out like that for me. And most of the times they have my numbers or whatever, they call me up in the middle of the, whenever they want, and they call me up. And lack of motivation, all those things that I solve, not just as a surgeon, all these things are a part of my, it's not a job as such, but it's a part of maintaining my painting. Yeah.
നമ്മുടെ ബോഡി കോൺടൂർ ചെയ്യാനായിട്ട് ലൈപ്പോസെക്ഷൻ മാത്രമാണോ ഒരു ഓപ്ഷൻ? പ്രത്യേകിച്ചും ഇപ്പോൾ പോസ്റ്റ് പ്രഗ്നൻസി സ്റ്റേജിൽ നിൽക്കുന്ന ഫീമെയിൽസ്, അപ്പോൾ അവർക്കൊക്കെ ലൈപ്പോസെക്ഷൻ മാത്രമാണോ ചെയ്യാൻ? വെരി വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ജാനകി, അത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫാറ്റ് ഇസ് വൺ പ്രോബ്ലം ആൻഡ് സ്കിൻ ഇസ് അനദർ പ്രോബ്ലം. അപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ഒരു ലേഡിക്ക് ഫാറ്റും ഉണ്ടാവും, അവർക്ക് സ്കിൻ സാഗ് ചെയ്തിട്ടും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ലൈപ്പോസെക്ഷൻ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എപ്പോഴും പറയുന്ന പോലെ തന്നെ, ഫോർ ദ റൈറ്റ് പേഴ്സൺ ദ റൈറ്റ് പ്രൊസീജിയർ. അപ്പോൾ ഒരു സ്കിൻ സാഗ് ചെയ്തിട്ടുള്ളൊരു ലേഡിക്ക് നമ്മൾ ലൈപ്പോസെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്കിൻ അവിടെ തന്നെ കിടക്കും. ലൈപ്പോസെക്ഷൻ മീൻസ് സക്ഷനിങ് ഓഫ് ഫാറ്റാണ്. ആ സ്കിൻ അവിടെ തന്നെ കിടക്കും. മേ ബി 1 സെൻറ്റിമീറ്റർ, ഹാഫ് സെൻറ്റിമീറ്റർ വേണമെങ്കിൽ സ്കിന്നൊന്നും വലിഞ്ഞു പോകായിരിക്കും. തൂങ്ങി ഇങ്ങനെ കിടക്കുന്ന സ്കിൻ എവിടേക്കും പോകാൻ പോകുന്നില്ല. ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഗോ. ജിമ്മിൽ പോയാൽ പോകാൻ പോകുന്നില്ല. ജിമ്മിൽ ഐ സപ്പോർട്ട് ജിം ഗോവേഴ്സ് ആൻഡ് ഐ ഹാവ് എ ലോട്ട് ഓഫ് പേഴ്സണൽ ട്രെയിനേഴ്സ് ആസ് മൈ ഫ്രണ്ട് ഹു ഐ സെൻഡ് മൈ ക്ലയൻസ് ടു ദറ്റ് ദേ വിൽ ഹെൽപ്പ് മീ ഔട്ട്. പക്ഷേ ഇതിന് എക്സാക്ട്ലി ആയിട്ട് പറയാം, ഒരു വെയിറ്റ് ലോസ് കഴിഞ്ഞു, മാസീവ് വെയിറ്റ് ലോസ്, 20 കിലോ 40 കിലോ കുറഞ്ഞു, അങ്ങനത്തെ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. അല്ലെങ്കിൽ മിക്കവാറും കേസുകളിൽ പോസ്റ്റ് പ്രഗ്നൻസി ആണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. വെച്ചാൽ വയറെത്രത്തോളം മാസങ്ങൾ വീർത്തത് പെട്ടെന്നൊരു കുഞ്ഞ് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ സ്കിൻ എവിടേക്കും പോകാൻ പോകുന്നില്ല. വർക്കൗട്ട് ചെയ്യാം, ജിമ്മിൽ പോകാം, ഒക്കെ ചെയ്യാൻ പോകുന്നത് ഫാറ്റ് കുറയാൻ പോകും. യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻ ബെറ്റർ ഷേപ്പ്. ബട്ട് ഈ സ്കിന്ന് മുമ്പിൽ സാഗ് ചെയ്തിട്ടുള്ളത് പലർക്കും പലതുപോലെ ആയിരിക്കും. അത് പ്രോപ്പറായിട്ട് നല്ല കോൺടൂറിലാക്കി വരണമെന്നുണ്ടെങ്കിൽ ഒരു ടമ്മി ടക്ക് അല്ലെങ്കിൽ അബ്ഡോമിനോപ്ലാസ്റ്റി. പീപ്പിളൊക്കെ പറഞ്ഞാൽ, ഓ ഡോക്ടർ, ഞാൻ ലൈപ്പോസെക്ഷൻ കണ്ടിട്ടാണ് വന്നത്, അത് ചെറിയൊരു സംഭവമല്ലേ. ടമ്മി ടക്കും ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് നോട്ട് ഈവൻ ഒരു സിസേറിയൻ സെക്ഷൻ്റെ അത്ര പോലും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇറ്റ് ഇസ് ഗോയിങ് ടു ഗിവ് യു മച്ച് മോർ പെർഫെക്റ്റ് റിസൾട്ട്സ്. ചില ആൾക്കാർക്ക് ടമ്മി ടക്കിൻ്റെ കൂടെ നമ്മൾ ലൈപ്പോസെക്ഷനും കൂടെ കമ്പൈൻ ചെയ്യും, സോ ദാറ്റ് ദേ വിൽ ഗെറ്റ് വെരി എക്സ്ട്രാordinarily നല്ല ഒരു കോൺടൂറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറേയും കൂടെ നമ്മൾ ലൈപ്പോസെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ കൂടെ കമ്പൈൻ ചെയ്യും. പക്ഷേ ദ പ്രോബ്ലം ഇസ് ഹിയർ ദാറ്റ് എല്ലാവർക്കും ലൈപ്പോസെക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റോങ്. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് ട്രൂ. ചില ആൾക്കാർക്ക് ദേ നീഡ് സ്കിൻ, അവരുടെ ഓവർ ഹാങ്ങിങ് ആയിട്ടുള്ള സ്കിൻ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യത്തിന് ടമ്മി ടക്ക് പോലുള്ള പ്രൊസീജിയേഴ്സ് എന്തായാലും ലൈപ്പോസെക്ഷൻ്റെ കൂടെ കമ്പൈൻ ചെയ്യേണ്ടി വരും. അത് ഇറ്റ് ഹാപ്പൻസ് ഇൻ എ കൺസൾട്ടേഷൻ റൂം വെൻ വി സീ ദം ആൻഡ് അവർ നോക്കി എത്രമാത്രം മസിൽ ടൈറ്റനിങ് വേണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫേസ് ലിഫ്റ്റ് ഇസ് നോട്ട് ദ ബീറ്റ് ആൻഡ് ഓൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ലൈപ്പോസെക്ഷൻ ഇസ് നോട്ട് ഓൾസോ ദ ബീറ്റ് ആൻഡ്. എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്ററിൽ പോകുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ്. ഒരുപാട് ലേഡീസ് ഉണ്ട് ലൈപ്പോസെക്ഷൻ ചെയ്ത് കഴിഞ്ഞ് ഡോക്ടറെ സ്കിന്നൊക്കെ ആകെ മൊത്തം ചുളുങ്ങിയ പോലെ ആയി എന്ന് പറയുന്നത്. ബിക്കോസ് this is not the problem with the liposuction. This is because they ended up getting a procedure that they shouldn't have got. They should have got something else. That is the thing. So this all seems അതായത് ഭയങ്കര കസ്റ്റം ടൈലേർഡ് ആയിട്ടുള്ള ഒരു എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട്സ് അതിനനുസരിച്ചിട്ടുണ്ടാവും. കസ്റ്റം ടൈലേർഡ് ആയിട്ട് അത്രയും പെർഫെക്ഷൻ ആർട്ടിസ്റ്റിക് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവും. അല്ലാതെയുള്ള എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് ആവും. ദിസ് ഇസ് നോട്ട് ഹാർട്ട് സർജറി ലൈക്ക് ഈ പറഞ്ഞ പോലെ ഇന്ന രീതിയിൽ ഡോക്ടർ പറഞ്ഞ പോലെയേ ചെയ്യാവുള്ളൂ എന്നുള്ളതല്ല. പേഷ്യൻറ്റ് പറയുന്ന അല്ലെങ്കിൽ ക്ലയൻറ്റ് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിന് കൺസേൺ എടുക്കും. അപ്പോൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഡെലിവറി ചെയ്യുന്നത്. സോ ലൈക്ക് ഇഫ് ദേ ടെൽ ലൈക്ക് നമുക്കത് താല്പര്യമില്ല അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ദേ ആർ ഗോയിങ് ടു എൻഡ് അപ്പ് ഇൻ എ വെരി ബാഡ് റിസൾട്ട്.